എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മൂല നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസത്തെ താൽക്കാലിക ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹാവസ്ഥ എന്ന് പറഞ്ഞാൽ ശനി ഇപ്പോൾ രാശി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ശനി മീനം രാശിയിലേക്ക് മാറി. മീനം രാശിയിൽ രാഹു നേരത്തെ തന്നെ ഉണ്ട്, ബുധനും ശുക്രനും ഉണ്ട്, സൂര്യനും ഉണ്ട്. ചൊവ്വ ഏപ്രിൽ 3 വരെ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം നീചരാശിയായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കും. കേതു കന്നിരാശിയിലാണ് പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതാണ് നിലവിലുള്ള ഗ്രഹാവസ്ഥകൾ. ഇതിൽ ബുധനും ശുക്രനും ഒരു വക്രഗതി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് നമുക്ക് ഈ നക്ഷത്രക്കാരുടെ ഒരു മാസത്തെ ഫലങ്ങളൊന്ന് നോക്കാം. മൂലനക്ഷത്രക്കാർക്ക് ശനി മാറിയതോടുകൂടി കണ്ടക ശനിക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. അവരുടെ 4-ാം ഭാവത്തിൽ, അതായത് കുടുംബം, വാഹനം, മാതാവ്, അങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന 4-ാം ഭാവത്തിലേക്കാണ് ശനി ഇപ്പോൾ വന്നിട്ടുള്ളത്. ശനിയോടൊപ്പം രാഹുവും സൂര്യനും സഞ്ചരിക്കുന്നു. ഇങ്ങനെ 3 പാപഗ്രഹങ്ങൾ ഒന്നിച്ച് വരുന്നതൊക്കെ വല്ല സമയത്തൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. 3 പാപഗ്രഹങ്ങളും 2 ശുഭഗ്രഹങ്ങളും കൂടെ ചേർന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂര്യൻ എൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ സൂര്യൻ 4-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് സങ്കീർണമായ ഒരു മാനസികാവസ്ഥ, പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും അനുഭവപ്പെടാം. എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ആ കുറച്ച് സമയത്തേക്കുണ്ടാകുന്ന മാനസികമായ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മവിശ്വാസവും ഉപയോഗിച്ച് പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് സാധിക്കും. വിവാദങ്ങളിൽ പോയി പെടുന്നതും അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതും ഒഴിവാക്കണം പൂർണ്ണമായിട്ടും. അത് കൂട്ടുകാരുടെ ഇടയ്ക്കാണെങ്കിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അനാവശ്യമായിട്ട് ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ നയം എന്താണ് എന്നുള്ളത് പറയുക, അതും പറയേണ്ടവരോട് മാത്രം പറയുക. അങ്ങനെയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വ്യാഖ്യാനിച്ച് നമുക്ക് സംഘർഷം ഉണ്ടാക്കുന്ന അവസ്ഥകൾ മറ്റുള്ളവർ സൃഷ്ടിക്കും. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ വിഷമിക്കും. സാമ്പത്തികമായിട്ട് ഒരല്പം ടൈറ്റ് വരുന്ന കാലഘട്ടമാണ്. വീടാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ 3 പാവഗ്രഹങ്ങളും കൂടെ ഒന്നിച്ചു വരുന്നത്. ധനപരമായ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് സാധനങ്ങൾ ഇറക്കുന്നതോ അല്ലെങ്കിൽ സാധനങ്ങൾ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ പണിക്കാരുടെ ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ വീട് നിർമ്മാണം മുന്നോട്ട് നീണ്ടു പോകാം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ മാറും. ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ അല്പം കുറയും. സൂര്യനും ശനിയും എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മകനാണ് ശനി എന്നാണ് ഗ്രഹങ്ങളിലെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ ഗ്രഹരശ്മികൾ തമ്മിലുള്ളൊരു കണക്കുകൂട്ടലാണിത്. സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാക്കും അത്. അപ്പോൾ മാസത്തിൻ്റെ 2-ാം പകുതി ആകുമ്പോൾ സൂര്യൻ മാറും. ഏപ്രിൽ 14 കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ മാറും. ആ സമയത്ത് സഹപ്രവർത്തകരൊക്കെ വീണ്ടും സഹകരിച്ച് തുടങ്ങും. ജോലി സ്ഥലത്ത് കുറച്ചുകൂടെ സ്മൂത്താകും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ സംഘർഷങ്ങളൊക്കെ ഒന്ന് കുറയും. ബന്ധുക്കളുമായിട്ട് കൂട്ടുചേർന്ന് തീർത്ഥയാത്ര നടത്താനോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെയുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനും നമ്മൾ പഠിച്ച സ്കൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാനോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഒന്ന് കാണാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള അവസരങ്ങൾ ഒത്തുവരുന്നതാണ്. വിദേശ യാത്രകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് സാധിക്കുന്ന കാലഘട്ടമാണ്. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മൂലനക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ മാതാവിന്, പ്രായമായ മാതാവാണെങ്കിൽ പ്രത്യേകിച്ചും പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്യുക, മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അസുഖങ്ങൾ, രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായാൽ ചെറിയ രോഗലക്ഷണങ്ങളാണെങ്കിലും നല്ല വിദഗ്ധരായ ആൾക്കാരെ കാണിച്ചിട്ട് ഉപദേശം തേടുക.
അതുപോലെ തന്നെ വാഹനം 4-ാം ഭാവമാണ്. ഈ മൂലനക്ഷത്രക്കാർ, പ്രത്യേകിച്ച് ധനുരാശിയിൽപ്പെട്ട ആൾക്ക്, ധനു കൂറിൽപ്പെട്ട നക്ഷത്രക്കാരൊക്കെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ശനിയും സൂര്യനും രാഹുവും കൂടെയാണല്ലോ 4-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രികാല യാത്രയിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ചും എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇരുചക്ര വാഹനമാണെങ്കിലും ഒക്കെ നമുക്കൊരു ശ്രദ്ധ വേണം. നമ്മുടെ ശ്രദ്ധക്കുറവ് പലപ്പോഴും അപകടത്തിലേക്ക് വഴിവെച്ചേക്കാം. അതുപോലെ സാഹസകർമ്മങ്ങൾ ചെയ്യാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊന്നും അത്ര അനുകൂലമല്ല ഈ കാലം. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. പൂർണ്ണമായിട്ടും ആ സ്ഥിതി മാറുന്നുമില്ല. ശനി രാഹു യോഗം ഉണ്ട്. അപ്പോൾ അതത്ര ദോഷകരമല്ലെങ്കിലും സൂര്യനും ശനിയും കൂടെയുള്ള യോഗം പോലെ അത്ര ദോഷകരമല്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒന്ന് സൂക്ഷിക്കുക. അടുത്തത് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ഈ 3 പാപഗ്രഹങ്ങൾ വരുന്നു. ബുധൻ നീചരാശിസ്ഥനായിട്ട് നിൽക്കുന്നു. അതൊക്കെ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശുക്രൻ്റെ ഉച്ചരാശിസ്ഥിതിയാണ് ആകെയുള്ളൊരു ഗുണഫലം അവർക്ക് ഇപ്പം പറയാവുന്നത്. അതിൽ തന്നെ ശുക്രന് വക്രം വരുന്നുണ്ട്, ബുധനും വക്രാവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ട്, മാനസികമായ സംഘർഷം, സഹപ്രവർത്തകരുടെ സഹകരണ ഇല്ലായ്മ, അയൽക്കാരുമായിട്ടുള്ള സഹകരണക്കുറവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ സമയത്ത് വിഷമിപ്പിക്കും. നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥകളും ഉണ്ടാകാം. കാര്യം നമുക്കറിയാം എന്താണ് സൊല്യൂഷൻ എന്നുള്ളത്, പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഉണ്ടാകാം. ബന്ധുക്കളുടെ ഇടപെടലുകൾ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവയിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം. അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകാം. വീടും ഇപ്പോൾ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് പ്രയാസം ഉണ്ടാകാം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ മേടത്തിലേക്ക് കടക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് ഈ ധനുക്കൂറിൽപ്പെട്ട പൂരാടം നക്ഷത്രക്കാർക്ക് കാലം കുറച്ചുകൂടെ മെച്ചമാകും. 5-ലേക്ക് സൂര്യൻ വരുന്നു. പൂർണ്ണ ഗുണം എന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഈ സമയത്ത് ഈ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഈ 4-ൽ ഈ പാപഗ്രഹങ്ങളെല്ലാം കൂടെ വരുന്നത് കൊണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കപ്പെടും സൂര്യൻ അവിടുന്ന് മാറുമ്പോഴത്തേക്കും. അതുപോലെ സന്താനങ്ങൾക്കും ഗുണകരമായ ഫലങ്ങൾ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിയൊക്കെ അനുഭവപ്പെടുന്നതാണ്. പൂരാട നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ കോഴ്സുകളൊക്കെ കണ്ടുപിടിക്കാനും ജോലി സാധ്യതയുള്ള മേഖലകൾ അവർ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. ഉത്രാടമാണ് അടുത്തത്. ഉത്രാടം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികക്കകത്ത് ജനിച്ചവർ ധനുക്കൂറിലും ബാക്കി 3/4 ഭാഗത്ത് ജനിച്ചവർ മകരക്കൂറിലുമാണ് വരുന്നത്. അതിൽ ധനുക്കൂറിൽപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ പോലെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ട്, നമുക്ക് ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റാതെയുള്ള സംഘർഷങ്ങൾ, സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ അനുഭവപ്പെടാം. മേലധികാരികളിൽ നിന്നും പലപ്പോഴും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങളിൽ നമ്മുടെ മേലെ ആരോപണം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കുറയുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ. പക്ഷേ ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പൊതുവേ ഗുണകരമാണ്. മാസം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ജോലികൾ തീർക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ച് ഉണ്ടാകാം. അതുപോലെ തന്നെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടോ കുറച്ച് കൂടുതലായിട്ട് ധനം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ അവർക്ക് ഗുണകരമാണ്. പിന്നെ ഉത്രാടത്തിൻ്റെ 2-ാം പകുതിക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യം വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം ശനി 3-ലേക്ക് വരുന്നു, സൂര്യനും 3-ലാണ്, രാഹുവും 3-ലാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും. ശുക്രന് 3-ാം ഭാവം കുഴപ്പമില്ല, ഗുണകരമാണ്. ബുധൻ നീചത്തിലായതിൻ്റെതായ പ്രയാസങ്ങൾ മാത്രം ഉണ്ടാകും. എങ്കിലും നമ്മുടെ ആദർശമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ അനുഭവപ്പെടും. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ
തെറ്റ് പറ്റാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും ഉപദേശം തേടിയിട്ട് മാത്രമേ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പണം മുടക്കിയുള്ള മറ്റ് ഇടപാടുകളിലോ ഒക്കെ ഇറങ്ങാവുള്ളൂ. ഏപ്രിൽ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്കും സാമാന്യം ഗുണകരമാകും. സൂര്യൻ 4-ലോട്ട് മാറുന്നതിൻ്റേതായ പ്രയാസം ഉണ്ടെങ്കിലും സൂര്യൻ ഉച്ചരാശിയിലേക്കാണ് പോകുന്നത്. മേടം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്ത തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ശനിയും രാഹുവും സൂര്യനും 3-ലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കർമ്മരംഗത്ത് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും. ബിസിനസ് ഗുണകരമായിട്ട് വരും. അവർക്ക് 7.5 ശനി മാറുന്നതിൻ്റെ ഒരു വലിയ റിലീഫ് കിട്ടും, വലിയൊരു ആശ്വാസം കിട്ടും. സഹോദര സഹായം ലഭിക്കും. രോഗങ്ങളൊക്കെ നന്നായിട്ട് കുറയും. നേരത്തെ ചികിത്സയിൽ ആയിരുന്നവർക്ക് ദുരിതങ്ങളൊക്കെ മാറും. പ്രശ്നങ്ങളെ നേരിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാകാനിടയുള്ള കാലമാണ്. സംഘടനകളിൽ സാമുദായിക കാര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേത്രവും ആയിട്ടോ ബന്ധപ്പെട്ടോ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഒരു നേതൃസ്ഥാനം, സമുദായ സംഘടനകളിൽ ഒരു നേതൃസ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ പലതും വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും. കുടുംബാംഗങ്ങളുമായിട്ട് അകന്ന് ജീവിച്ച ആൾക്കാർക്ക് കുടുംബാംഗങ്ങളുമായിട്ട് നല്ല സൗഹൃദം വീണ്ടും സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള മംഗളകർമ്മങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ ഒന്നിച്ചുള്ളൊരു തീർത്ഥാടനത്തിലൂടെയൊക്കെ ആ പിണക്കങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനായിട്ട് ഈ മാസം സാധിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ യാത്രകൾ കൂടുതലായിട്ട് ചെയ്യും. ഒരല്പം അലച്ചിലുകളുണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഗുണകരമാണ്. മാനസികമായ സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന മാസം സാമാന്യം ഗുണകരമാണ്. അവിട്ടം നക്ഷത്രമാണ് അടുത്തത്. അവിട്ടം 2 കൂറുകളിൽ വരുന്നു. ആദ്യത്തേത് മകരക്കൂറിലും ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ് വരുന്നത്. അതായത് ആദ്യത്തെ 30 നാഴികക്കകത്ത് ജനിച്ച ആൾക്കാർ മകരക്കൂറിൽ, രണ്ടാമത്തെ 30 നാഴികക്കകത്തുള്ളവർ കുംഭക്കൂറിൽ. മകരക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനിക്കാലം തീർന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവർക്ക് വളരെ ഒരാശ്വാസം കിട്ടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഒക്കെ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. മക്കൾക്കും കുടുംബത്തിന് പൊതുവെയുമൊക്കെ ഗുണകരമായ അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. നേരത്തെ ആരെങ്കിലുമൊക്കെ കടം വാങ്ങിച്ച പൈസയൊക്കെ തിരിച്ചു തരുന്ന കാലഘട്ടമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. നല്ല കാര്യങ്ങൾ പലതും ചെയ്യാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ നല്ല രീതിയിലൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും. ആത്മീയമായ കാര്യങ്ങളിലും നല്ല താല്പര്യം ഉണ്ടാകും. പക്ഷേ ഈ അവിട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയ്ക്ക് കർക്കിടക രാശിയിലേക്ക് ഏപ്രിൽ 3 കഴിയുമ്പോഴത്തേക്കും കർക്കിടക രാശിയിലേക്ക് ചൊവ്വ മാറും. അപ്പോൾ ചൊവ്വ നീചരാശിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നക്ഷത്ര ദശാനാഥന് നീചരാശി സ്ഥിതി വരുന്നതിൻ്റേതായ ഒരു പ്രയാസം ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണങ്ങളിലുമൊക്കെ ആ ഒരു ക്ഷീണം പ്രതിഫലിക്കും. ഈ നീചരാശിയിൽ ഗ്രഹങ്ങൾക്ക് ശക്തി കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം പുരോഗതിയിലും പ്രവർത്തനത്തിനെയൊക്കെ ഒരല്പം പുറകോട്ട് വലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആദ്യത്തെ ആ ഒരു ഉത്സാഹം നമുക്ക് കുറയുന്നതായിട്ട് തോന്നിയേക്കാം. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാം. സഹോദരന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചതയ നക്ഷത്രമാണ് അടുത്തത്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് രാഹു ആണ് അവരുടെ. അപ്പോൾ ഈ രാഹുവിന് ശുഭഗ്രഹങ്ങളുമായിട്ടും ബന്ധമുണ്ട്, പാപഗ്രഹങ്ങളുമായിട്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സമ്മിശ്ര അനുഭവമായിരിക്കും അവർക്ക് ഈ മാസം ഉണ്ടാകാൻ ഇടയുള്ളത്. എങ്കിലും ജന്മരാശിയിൽ നിന്ന് ശനി മാറിയത് കൊണ്ട് കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആശ്വാസം അനുഭവപ്പെടും. മറ്റ് സാമുദായികമായ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ ഒരു മേൽക്കൈ കിട്ടുന്ന കാലഘട്ടമാണ്. സംഘടനാ നേതൃത്വത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ജോലിയിലെ കുറച്ചൊരാശ്വാസം ഉണ്ടാകുന്നതാണ്. നേരത്തെ വളരെ ടൈറ്റായിരുന്ന് അനുഭവപ്പെട്ടിരുന്ന ജോലിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഒരാശ്വാസം കിട്ടുന്ന രീതിയിൽ ആ സംഘർഷം കുറഞ്ഞു കിട്ടും. സർക്കാരിൽ നിന്നുള്ള പല ആനുകൂല്യങ്ങളും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്.
സഹോദരന്മാരുമായിട്ടുള്ള തർക്കങ്ങളിൽ അയവ് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കും. കലകളിലൊക്കെ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾ അല്ലെ കുട്ടികളായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് ചെറിയ പ്രായക്കാരാണെങ്കിൽ ചതയ നക്ഷത്രക്കാർക്ക് ഇത്തരം കലകളൊക്കെ പഠിക്കാൻ ട്രെയിനിങ് കിട്ടാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകും. നല്ലൊരു സമയമാണ്. പൂരുട്ടാതിയാണ് അടുത്തത്. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. കാരണം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറിലാണ് വരുന്നത്, അവസാന പാദം മീനക്കൂറിലുമാണ് വരുന്നത്. പൂരുട്ടാതിയിൽ കൂടെ ശനി സഞ്ചരിച്ച് അങ്ങോട്ട് നീങ്ങിയതേ ഉള്ളൂ, മീനം രാശിയിലേക്ക് നീങ്ങിയതേ ഉള്ളൂ. പൂരുട്ടാതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ശനി മാറിയിട്ടില്ല. പക്ഷേ ഈ കുംഭക്കൂറുകാരുടെ രാശിനാഥനാണ് ശനി എന്നുള്ളത് കൊണ്ടാണ് വലിയ ദോഷം ചെയ്യാത്തത്. എങ്കിലും സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. രണ്ട് കാര്യമാണ്. ഒന്ന്, സൂര്യൻ അതിലേക്ക് കടന്നു പോകുന്നു, ശനിയും അതിലേക്ക് കടന്നു പോകുന്നു ഈ നക്ഷത്രത്തിൽ കൂടെ. അപ്പോൾ ആ ഒരു സൂര്യനും ശനിയും കൂടെ എപ്പോഴും പരസ്പര ശത്രുക്കളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സംഘർഷമൊക്കെ പൂരുട്ടാതിക്കാർക്കാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതായത് വീട്ടുകാരോടൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യമല്ല അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആശയം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ പിരിമുറുക്കം ഉണ്ടാകും. കൂട്ടുകാരോടും ഇത് തന്നെ, നമ്മൾ പറയുന്ന കാര്യം ആ രീതിയിലല്ല അവർ മനസ്സിലാക്കുന്നത്. ഈ ജന്മനക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ബുധനും ശുക്രനും വക്രഗതിയിൽ പൂരുട്ടാതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഈ മാസമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കടബാധ്യതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും അത് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും. കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു സംഘർഷാവസ്ഥ അനുഭവപ്പെടും. ആരോഗ്യപരമായ അസ്വസ്ഥതകളും ഉണ്ടാകാം. പ്രാർത്ഥന വളരെ നല്ലതാണ്. ഈ സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഈ പാപഗ്രഹങ്ങളെല്ലാം കടന്നു പോകുന്നതുകൊണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ രാഹു പൂരുട്ടാതിയിൽ കൂടെ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. രാഹു കുംഭം രാശിയിലേക്കുള്ള യാത്രയിലാണ്. പുറകോട്ട് പൂരുട്ടാതിയുടെ അടുത്തടുത്താണ് വരുന്നത്. സൂര്യനും ശനിയും ഒക്കെ അതിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം പാപഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ബുധനും ശുക്രനും, അതിൽ ബുധൻ എന്ന് പറയുന്നത് നീചരാശിസ്ഥിതനാണ്, ക്ഷീണിതനാണ് ബുധൻ. പാപഗ്രഹങ്ങളോട് ചേർന്നുമാണ് നിൽക്കുന്നത്. അപ്പം ശുക്രനാണെങ്കിലും ഈ പിന്നോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അത്ര ഗുണകരം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്കും കുറച്ചൊരു മാറ്റം ഉണ്ടാകും. പ്രതിസന്ധികളൊക്കെ അല്പം കുറയുന്നതുമാണ്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഉത്രട്ടാതിയാണ് അടുത്തത്. ഉത്രട്ടാതിക്കാർക്ക് ജന്മശനിക്കാലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് ജന്മരാശിയിലാണ് ശനിയും സൂര്യനും രാഹുവൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടാകും. നമ്മൾ നല്ല ധൈര്യത്തോടെയും നല്ല പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വാക്കുകളിൽ പിഴവുണ്ടാകാതെ സൂക്ഷിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറാനായിട്ട് ശ്രദ്ധിക്കണം. ശത്രുദോഷങ്ങളൊക്കെ ഏറിയോ കുറഞ്ഞോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. തൊഴിലിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ്സിൽ കഷ്ടനഷ്ടങ്ങൾക്കുള്ള സാധ്യത, ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കടം നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. കടബാധ്യതകൾ ഉണ്ടാകാം. ലോണുകളൊക്കെ നേരത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുകൊണ്ടിരുന്നത് ഈ സമയത്ത് അത് അടച്ചു തീർക്കാനൊക്കെ ബുദ്ധിമുട്ടിയേക്കാം. വിദേശയാത്രകൾക്ക് യോഗമുള്ള കാലമാണ്. കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനപരമായിട്ട് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പരമ്പരാഗത സ്വത്തുക്കളൊക്കെ ഈ മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ മികവ് കാണിക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലം കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തനം തിരിച്ചറിയുന്നതിൻ്റേതായൊരു സന്തോഷവും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം മീനക്കൂറിലാണ് വരുന്നത്. ജന്മരാശിയിലാണ് 5 ഗ്രഹങ്ങൾ. അതിൽ 3 പാവഗ്രഹങ്ങളാണ്. ജന്മശനി എന്നുള്ള പ്രയാസം രേവതി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം. നമ്മൾ പറയുന്ന ഡയലോഗുകൾ, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക. ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നമ്മുടെ സംഭാഷണങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ നല്ല ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. പിന്നെ സാഹസകർമ്മങ്ങൾക്ക് പറ്റിയ സമയമല്ല.
ഈ ചൊവ്വയാണെങ്കിൽ 5ലേക്ക് വരികയാണ്. അതുകൊണ്ട് സന്താനങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ഏപ്രിൽ 3 ചൊവ്വ കർക്കിടകൻ രാശിയിലേക്ക് കടക്കും. കർക്കിടകൻ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ നിജരാശിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അപരിചിതരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാം. അതായത് സുഹൃത്തുക്കളെന്ന വ്യാജേന പലരും നമ്മളെ സമീപിക്കാനും മുതലെടുക്കാനുമുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലൊന്നും അപരിചിതരുമായിട്ട് ഇടപാടിന് പോകാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പൊതുപ്രവർത്തനങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. നമ്മളുടെ നമ്മുടെ മനസാക്ഷിയോട് കൂടി ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഒരു മടുപ്പ് പോലും അനുഭവപ്പെട്ടേക്കാം. ജോലി മാറാൻ ഈ കാലം അത്ര അനുകൂലമല്ല. ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ആധ്യാത്മിക വഴികളിലേക്കൊക്കെ പോകാനായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശ പഠനത്തിനൊക്കെ അനുഭവം കിട്ടുന്ന കാലഘട്ടമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്നും പറയാം. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അത് ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട് വിട്ട് മാറുക എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ പോസിറ്റീവാക്കി എടുക്കാം. ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയോ ഒക്കെ വീട് വിട്ട് മാറി നിൽക്കുന്നത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാക്കി മാറ്റിയെടുക്കാം. ശനിയുടെയും സൂര്യൻ്റെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ 2ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ ജന്മശനിയും ജന്മത്തിൽ സൂര്യനും ജന്മത്തിൽ രാഹുവും ഒക്കെ ഉള്ളതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും. ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലത്ത് കുറച്ച് പെട്ടെന്നുള്ള ചില സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും പൂർണ്ണ ഗുണം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഗ്രഹങ്ങളുടെ ആധിക്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് നമുക്ക് മൂലനക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസ ഫലമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.